നമസ്കാരം, ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. മലക്കപ്പാറയിൽ തോട്ടം തൊഴിലാളികൾക്ക് നേരെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി VR പുരം ശാഖ കുടുംബസംഗമം സംഘടിപ്പിച്ചു. മരുമകളായി 20 വർഷം പുതുക്കാട് ചെങ്ങാലൂരിൽ ജീവിച്ച കൊളംബോ സ്വദേശി സുജീവയ്ക്ക് ഒടുവിൽ ഇന്ത്യൻ പൗരത്വം. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി 3 മുറി സെയിന്റ് ജോസഫ് UP സ്കൂൾ മതിലുകളിൽ സമൂഹ ചിത്രരചന നടത്തി. ആറ്റപ്പിള്ളി പാലം അപ്രോച്ച് റോഡ് നിർമ്മാണം 3ാം തവണയും സഭയിൽ ഉന്നയിച്ച് പുതുക്കാട് MLA KK രാമചന്ദ്രൻ. കൊരട്ടി ഹൈവേയിൽ പിക്കപ്പ് വാഹനത്തിന്റെ നിയന്ത്രണം വിട്ട് 2 സ്ത്രീകളുടെ ദേഹത്തിടിച്ച് പരിക്ക്. വിശദമായ വാർത്തയിലേക്ക്. മലക്കപ്പാറയിൽ തോട്ടം തൊഴിലാളികൾക്ക് നേരെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. മലക്കപ്പാറ മയിലാടുംപാറ ടാറ്റാ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്കും സൂപ്പർവൈസർക്കുമാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. തോട്ടം തൊഴിലാളി രാജഗോപാലിന്റെ ഭാര്യ 56 വയസ്സുള്ള രാജകുമാരിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇവരെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റൊരു തൊഴിലാളിയായ 54 വയസ്സുള്ള രാധ, സൂപ്പർവൈസർ കുമാർ എന്നിവർക്കും പരിക്കുണ്ട്. ഇവരെ മലക്കപ്പാറ എസ്റ്റേറ്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. തേയിലത്തോട്ടത്തിന് സമീപത്ത് നിലയുറപ്പിച്ചിരുന്ന കാട്ടാനക്കൂട്ടത്തിൽ നിന്നുമെത്തിയ ആനയാണ് ഇവരെ ആക്രമിച്ചത്. തേയില നുള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ഓടിയെത്തിയ കാട്ടാനയെ കണ്ട് തൊഴിലാളികളും ജീവനക്കാരും 4 പാടും ചിതറിയോടുകയായിരുന്നു. താഴെ വീണ രാജകുമാരിയെ വലത് കൈയുടെ മുതുകിന് അരികിൽ ആന കുത്തുകയായിരുന്നു. ഇതിനിടെ ആളുകൾ ബഹളം വെച്ചപ്പോൾ ആന കാട്ടിലേക്ക് തിരിച്ചുപോയി. ഓടുന്നതിനിടെയാണ് രാധയ്ക്കും സൂപ്പർവൈസർ കുമാറിനും നിലത്ത് വീണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ രാജകുമാരിയെ എസ്റ്റേറ്റിന്റെ വാഹനത്തിൽ ഉടനെ മലക്കപ്പാറ ആശുപത്രിയിൽ എത്തിച്ച ശേഷം കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി VR പുരം ശാഖ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ശ്രീ ചാത്തൻ മാസ്റ്റർ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് VD ഗോപി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് രത്നവല്ലി രാജപ്പൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് പ്രസിഡന്റ് പുഷ്പാങ്കദൻ മുഖ്യപ്രഭാഷണം നടത്തി. മുനിസിപ്പൽ കൌൺസിലർ ഷിബു വാലപ്പൻ വിശിഷ്ടാതിഥിയായിരുന്നു. സെക്രട്ടറി സുരേഷ് എളാട്ട്, ട്രഷറർ CD ദീപക്, താലൂക്ക് മഹിളാ സംഘം പ്രസിഡന്റ് സൗദാമിനി ആനന്ദൻ, ഉണ്ണിമോൻ, തങ്കപ്പൻ, ജമുന ശിവരാമൻ എന്നിവർ പ്രസംഗിച്ചു. വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കാൻ VSS ഗായത്രി സംഘം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായധനമായി നൽകിയ ചെക്ക് ജില്ലാ പ്രസിഡന്റ് VD ഗോപി ഏറ്റുവാങ്ങി. മുതിർന്ന അംഗങ്ങളായ നാരായണി കുട്ടപ്പൻ, കുഞ്ഞുണ്ണി ഗോപുരത്തിങ്കൽ, അംബുജാക്ഷി ചെറിയപത്ത്, രാധാ ബാലൻ, അമ്മിനി കുട്ടൻ വില്ലനശ്ശേരി എന്നിവരെ ആദരിച്ചു. കുടുംബസംഗമത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും കായിക മത്സരങ്ങളും സമൂഹ വിരുന്നും ഉണ്ടായിരുന്നു. മരുമകളായി 20 വർഷം പുതുക്കാട് ചെങ്ങാലൂരിൽ ജീവിച്ച കൊളംബോ സ്വദേശി സുജീവയ്ക്ക് ഒടുവിൽ ഇന്ത്യൻ പൗരത്വം. ചെങ്ങാലൂർ അരോടി ബൈജുവിന്റെ ഭാര്യയായ കൊളംബോ സ്വദേശി 50 വയസ്സുള്ള ക്രന്തുഗോഡ കങ്കണങ്കി ലലാനി സുജീവയ്ക്കാണ് ഇന്ത്യൻ പൗരത്വമായത്. തിങ്കളാഴ്ച ഇവരെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി കളക്ടർ അർജുൻ പാണ്ഡ്യൻ പൗരത്വരേഖ കൈമാറി. മസ്കറ്റിൽ ഗാർമെന്റ് ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന ബൈജുവും സുജീവയും 2001 ശ്രീലങ്കയിൽ വെച്ചാണ് വിവാഹിതരായത്. 2004 ഇവർ ബൈജുവിന്റെ നാടായ ചെങ്ങാലൂരിലെത്തി. തുടർന്ന് 20 വർഷം വിസ പുതുക്കിയുള്ള ജീവിതം. ബൈജു നാട്ടിൽ തന്നെ ചുമട്ടു തൊഴിലാളിയായി. ഇതിനിടെ പിറന്ന മകൻ അമൃത് കൃഷ്ണയ്ക്ക് 13 വയസ്സായി. 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനിടെ നാട്ടുകാരിയും സുഹൃത്തുമായ രശ്മി ശ്രീഷോപ് സ്ഥാനാർത്ഥിയായപ്പോഴാണ് സുജീവയുടെ പൗരത്വ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടത്.
കൂട്ടുകാരിക്ക് വോട്ട് ചെയ്യാനാവാത്ത വിഷമം പറഞ്ഞ സുജീവയോട് രശ്മി സിറ്റിസൺഷിപ്പ് പോർട്ടലിൽ അപേക്ഷിക്കാൻ നിർദ്ദേശിച്ചു. പോർട്ടലിൽ പരിശോധിച്ചപ്പോഴാണ് ഇതുവരെ അപേക്ഷ പോലും സമർപ്പിച്ചിട്ടില്ല എന്നറിയുന്നത്. തുടർന്ന് അന്നത്തെ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടു. മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇടപെടലുണ്ടായെന്ന് സുജീവ പറയുന്നു. പിന്നെയും 4 വർഷം കാത്തിരിപ്പ്. ഇതിനിടെ കളക്ട്രേറ്റിൽ നിന്നും കേന്ദ്ര മന്ത്രാലയത്തിൽ നിന്നും അറിയിപ്പുകളെത്തി. കളക്ട്രേറ്റിൽ സത്യവാങ്മൂലം നൽകിയതും ചെന്നൈയിൽ പോയി പാസ്പോർട്ട് സമർപ്പിച്ചതും സംശയിച്ചായിരുന്നുവെന്ന് സുജീവ പറയുന്നു. മറ്റു രേഖകളൊന്നും സ്വന്തമായില്ലായിരുന്ന സുജീവയ്ക്ക് കഴിഞ്ഞ ദിവസം കളക്ട്രേറ്റിൽ നിന്നുള്ള വിളി എത്തിയപ്പോഴാണ് ആശ്വാസമായത്. ഭർത്താവിനും മകനും പുതുക്കാട് പഞ്ചായത്ത് അംഗമായ രശ്മിയുമൊത്ത് കളക്ട്രേറ്റിലെത്തിയാണ് സുജീവ പൗരത്വ രേഖ ഏറ്റുവാങ്ങിയത്. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി 3 മുറി സെയിന്റ് ജോസഫ് UP സ്കൂൾ മതിലുകളിൽ സമൂഹ ചിത്രരചന നടത്തി. കേരള വനം വന്യജീവി വകുപ്പ് ചാലക്കുടി വനം ഡിവിഷൻ വെള്ളിക്കുളങ്ങര റേഞ്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 3 മുറി സെയിന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ചർച്ച് വികാരിയും സ്കൂൾ അധ്യാപികമാരും ചേർന്ന് ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പിള്ളി ചിത്രശാല ആർട്സ് അക്കാദമി സ്ഥാപകനും ചിത്രകലാ അധ്യാപകനുമായ ആർട്ടിസ്റ്റ് ഡേവിസ് ചിത്രകലാ ക്യാമ്പിന് നേതൃത്വം നൽകി. വരന്തരപ്പിള്ളിയിലെ വിവിധ സ്കൂളുകളിലെ ചിത്രകലാ വിദ്യാർത്ഥികളും പനമ്പിള്ളി മെമ്മോറിയൽ കോളേജിലെ NSS വിദ്യാർത്ഥികളും ക്യാമ്പിൽ പങ്കെടുത്തു. വന്യജീവി സംരക്ഷണം സന്ദേശമാക്കിയുള്ള വളരെയേറെ ചിത്രങ്ങൾ സ്കൂൾ ചുമരുകളിൽ നിറഞ്ഞു നിന്നത് ഏറെ ആകർഷകമായി. വനം വകുപ്പിലെ മുപ്ലിയം ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അനൂപ് PA, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ KP സന്തോഷ്, M ദിനേശ് എന്നിവർ പങ്കെടുത്തു. ആറ്റപ്പള്ളി പാലം അപ്രോച്ച് റോഡ് നിർമ്മാണം 3ാം തവണയും സഭയിൽ ഉന്നയിച്ച് പുതുക്കാട് MLA KK രാമചന്ദ്രൻ. പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ വരന്തരപ്പള്ളി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ അപ്രോച്ച് റോഡ്, ആ റോഡിൽ ഒരു ഗർത്തം രൂപപ്പെട്ടിട്ട് ആ റോഡിൻ്റെ ഗതാഗത സൗകര്യങ്ങൾ 1 വർഷത്തിലേറെയായിട്ട് അത് സൗകര്യപ്പെടുന്നില്ല. അത് തടഞ്ഞു വച്ചേക്കുകയാണ്. റോഡ് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അടിയന്തരമായി ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം ആരംഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകമായി ഞാനത് 3ാം തവണയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സബ്മിഷൻ ഉന്നയിക്കുന്നത് എന്നും കൂടി അറിയിച്ചുകൊണ്ട് അടിയന്തരമായി ഇതിന് പരിഹാരം കാണണമെന്ന് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി സാർ, പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ വരന്തരപ്പള്ളി മറ്റത്തൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കുറുമാലിപ്പുഴയ്ക്ക് കുറുകെ ആറ്റപ്പള്ളി കടവിൽ നിർമ്മിച്ചിട്ടുള്ള റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ പൂർത്തീകരിക്കേണ്ട പ്രവൃത്തികളായ റെഗുലേറ്റർ വിയറുകൾ, ഷട്ടറുകൾ, ഇടതു വലതുകരകളുടെ സംരക്ഷണ ഭിത്തികൾ, ഡൗൺ സ്ട്രീം അപ്സ്ട്രീം എപ്രോണുകൾ, അപ്രോച്ച് റോഡ് എന്നിവ പൂർത്തീകരിക്കാനായി 7 കോടി രൂപയുടെ ഭരണാനുമതിയോടെ സർക്കാർ പദ്ധതി വിഹിതത്തിൽപ്പെടുത്തി 3/10/2016 പണികൾ ആരംഭിക്കുകയും IDRB തയ്യാറാക്കിയ ഡിസൈനിൻ്റെ അടിസ്ഥാനത്തിൽ 13,90,00,000 രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാർ ലഭ്യമാക്കിയിട്ടുണ്ട്. അത് പരിശോധിച്ച് അതിൻ്റെ സാമ്പത്തിക ലഭ്യത അനുസരിച്ച് നടപടി സ്വീകരിക്കാൻ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട MLA ശ്രീ KK രാമചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണെന്നുള്ളതുകൊണ്ട് തന്നെ ഇതിന് തീർച്ചയായിട്ടും ഫണ്ടിൻ്റെ ലഭ്യത അനുസരിച്ചിട്ടുള്ള പ്രയോറിറ്റി നൽകി ഈ പണി പൂർത്തീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. കൊരട്ടി ഹൈവേയിൽ പിക്കപ്പ് വാഹനത്തിന്റെ നിയന്ത്രണം വിട്ട് 2 സ്ത്രീകളുടെ ദേഹത്തിടിച്ച് പരിക്ക് ഗുരുതരമല്ല. പൊന്നി സ്വദേശിനികളായ 41 വയസ്സുള്ള സീന പോൾ, 39 വയസ്സുള്ള ദീപ തോമസ് എന്നിവർക്കാണ് പരിക്ക് പറ്റിയത്. ലത്തീൻ പള്ളിയുടെ സെക്യൂരിറ്റിക്കാരൻ പള്ളിയിൽ വന്ന ആളുകളെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ചുവന്ന കൊടി കാണിച്ചപ്പോൾ ആദ്യം വന്ന കാർ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുകയും പുറകിൽ കൂടി വന്ന പിക്കപ്പ് വാഹനം കാറിൽ ഇടിക്കാതിരിക്കുന്നതിന് വേണ്ടി തിരിച്ചപ്പോൾ നിയന്ത്രണം വിട്ട് റോഡരികിൽ നിന്ന സ്ത്രീകളെ ഇടിക്കുകയുമായിരുന്നു. പള്ളിയിൽ നിന്നും പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോഴാണ് അപകടമുണ്ടായത്. പരിക്ക് പറ്റിയ സ്ത്രീകളെ ചാലക്കുടി സെയിന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ മാതൃപൂജ സംഘടിപ്പിച്ചു.
ആമ്പല്ലൂർ, തലോർ, ആനന്ദപുരം, ആറാട്ടുപുഴ എന്നീ സ്ഥലങ്ങളിലാണ് മാതൃപൂജ സംഘടിപ്പിച്ചത്. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറി ശ്രീകാന്ത് ഗുരുപദം, ഭാരതീയ വിചാരകേന്ദ്രം സംസ്ഥാന സമിതി അംഗം സുനിൽ മടവാക്കര എന്നിവർ മുഖ്യ സന്ദേശം നൽകി. അഴകത്ത് മനക്കൽ ഹരീഷ് നമ്പൂതിരി മാതൃപൂജയ്ക്ക് നേതൃത്വം നൽകി. 500-ലധികം വിദ്യാർത്ഥികൾ തങ്ങളുടെ അമ്മമാരുടെ പാദപൂജ ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുഗേഷ്, മാനേജർ C രാഗേഷ്, പ്രിൻസിപ്പാൾ KR വിജയലക്ഷ്മി, TC തിലകൻ, വിജയൻ മേപ്രത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7100 രൂപ, പവന് 56,800 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലക്കപ്പാറയിൽ തോട്ടം തൊഴിലാളികൾക്ക് നേരെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി VR പുരം ശാഖ കുടുംബസംഗമം സംഘടിപ്പിച്ചു. മരുമകളായി 20 വർഷം പുതുക്കാട് ചെങ്ങാലൂരിൽ ജീവിച്ച കൊളംബോ സ്വദേശി സുജീവയ്ക്ക് ഒടുവിൽ ഇന്ത്യൻ പൗരത്വം. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി 3 മുറി സെയിന്റ് ജോസഫ് UP സ്കൂൾ മതിലുകളിൽ സമൂഹ ചിത്രരചന നടത്തി. ആറ്റപ്പിള്ളി പാലം അപ്രോച്ച് റോഡ് നിർമ്മാണം 3ാം തവണയും സഭയിൽ ഉന്നയിച്ച് പുതുക്കാട് MLA KK രാമചന്ദ്രൻ. കൊരട്ടി ഹൈവേയിൽ പിക്കപ്പ് വാഹനത്തിന്റെ നിയന്ത്രണം വിട്ട് 2 സ്ത്രീകളുടെ ദേഹത്തിടിച്ച് പരിക്ക്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ചാലക്കുടി, പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.